52 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്, കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. നാസയുടെ ആർടെമിസ് 2 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി 4 ബഹിരാകാശ സഞ്ചാരികൾ അടങ്ങിയ ഒറയോൺ പേടകം പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തോട് ചേർന്നായിരുന്നു ഈ ചരിത്രപരമായ സ്പ്ലാഷ് ഡൗൺ. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ആദ്യമായാണ് മനുഷ്യൻ ചന്ദ്രന്റെ അടുത്തേക്ക് യാത്ര തിരിച്ചത്. അപ്പോളോ ദൗത്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനെ സ്ഥിരമായി ചന്ദ്രനിൽ എത്തിക്കാനും അവിടെ ഒരു ബേസ് ക്യാമ്പ് നിർമ്മിക്കാനുമുള്ള നാസയുടെ ബൃഹത്തായ പദ്ധതിയുടെ 2ാം ഘട്ടമായിരുന്നു ആർടെമിസ് 2. ചന്ദ്രന്റെ അപ്പുറത്തെ വശം നേരിട്ട് കണ്ടുമടങ്ങിയ ഈ ദൗത്യം മനുഷ്യൻ ഭൂമിയിൽ നിന്നും ഇതുവരെ സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദൂരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. 1970 അപ്പോളോ 13 ദൗത്യം സ്ഥാപിച്ച 4,171 കിലോമീറ്റർ എന്ന ദൂരപരിധി ആർടെമിസ് 2 മറികടന്നു. ഏപ്രിൽ 11 പുലർച്ചെ 4:37 ഭൂമിയിൽ നിന്ന് 4,06,771 കിലോമീറ്റർ അകലെ വരെ പേടകമെത്തി ചരിത്രം കുറിച്ചു. മനുഷ്യനെ ഏറ്റവും ദൂരെയുള്ള ബഹിരാകാശ യാത്രകളിൽ സുരക്ഷിതമായി കൊണ്ടുപോകാനാണ് ഒറയോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പേടകത്തിനുള്ളിലെ വായു ശരിയാക്കാനും താപനില നിയന്ത്രിക്കാനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുമുള്ള നൂതന സംവിധാനങ്ങൾ ഈ ദൗത്യത്തിൽ പരീക്ഷിച്ചിരുന്നു. കൂടാതെ ഭൂമിയുടെ കാന്തിക വലയത്തിന് പുറത്തേക്ക് കടക്കുമ്പോൾ ബഹിരാകാശ സഞ്ചാരികൾ നേരിടുന്ന മാരകമായ സൗരവികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രത്യേക കവചങ്ങൾ ഒറയോണിൽ ഒരുക്കിയിരുന്നു. സെക്കൻഡിൽ കിലോമീറ്റർ വേഗതയിൽ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ താപം തടയാൻ കഴിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറ്റ് ഷീൽഡാണ് ഇതിലുള്ളത്. അപ്പോളോ ദൗത്യങ്ങൾ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയെങ്കിലും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചതിന്റെ റെക്കോർഡ് ഇപ്പോൾ ആർടെമിസ് 2 സ്വന്തമാക്കിയിരിക്കുകയാണ്. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോക്ക്, ജെറമി ഹാൻസൺ തുടങ്ങി 4 ധീരരായ സഞ്ചാരികളാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളായത്. ഏകദേശം 10 ദിവസം നീണ്ടുനിന്ന ഈ യാത്രയിൽ അത്യന്തം സങ്കീർണമായ പരീക്ഷണങ്ങളാണ് സംഘം നടത്തിയത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് ലോഞ്ച് സിസ്റ്റം ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ പേടകത്തിന്റെ സിസ്റ്റങ്ങൾ പരിശോധിച്ച ശേഷം സംഘം ചന്ദ്രനിലേക്ക് കുതിച്ചു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയില്ലെങ്കിലും ഉപരിതലത്തിന് 10,000 കിലോമീറ്ററോളം അടുത്തുവരെ പേടകം എത്തി. ചന്ദ്രന്റെ ഭൂമിയിൽ നിന്നും ദൃശ്യമാകാത്ത ഭാഗം സംഘം നേരിട്ട് നിരീക്ഷിച്ചു. ഈ സമയത്ത് ഭൂമിയുമായുള്ള ആശയവിനിമയം 40 മിനിറ്റോളം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. തിരിച്ചുവരവ് എന്നത് ദൗത്യത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടമാണ്. മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്റർ വേഗതയിലാണ് ഒറയോൺ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത്. അന്തരീക്ഷവുമായുള്ള ഘർഷണം മൂലം പേടകത്തിന് പുറത്ത് ഏകദേശം 2800 ഡിഗ്രി സെൽഷ്യസ് താപം അനുഭവപ്പെട്ടിരുന്നു. അത്യാധുനിക ഹീറ്റ് ഷീൽഡുകൾ ഈ താപത്തെ പ്രതിരോധിക്കാൻ സഹായിച്ചു. തുടർന്ന് പാരച്യൂട്ടുകൾ വിടർത്തി വേഗത കുറച്ച പേടകം നിശ്ചയിച്ച സമയം പോലെ സാന്റിയാഗോ തീരത്ത് പസഫിക് സമുദ്രത്തിൽ പതിച്ചു. നാസയുടെ പ്രത്യേക റിക്കവറി ടീം പേടകവും സഞ്ചാരികളെയും സുരക്ഷിതമായി വീണ്ടെടുത്തു. ആർടെമിസ് 2ന്റെ വിജയം നാസയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അടുത്ത ദൗത്യത്തിൽ മനുഷ്യനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കാനാണ് നാസ ലക്ഷ്യമിടുന്നത്. ആദ്യമായി ഒരു വനിത ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തുന്നത് ഈ ദൗത്യത്തിലായിരിക്കും. ചന്ദ്രനെ ഭ്രമണം ചെയ്യുന്ന ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുക എന്നതും നാസയുടെ പ്രധാന ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ചന്ദ്രനിലെ പരീക്ഷണങ്ങൾ വിജയിക്കുന്നതോടെ മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കാനുള്ള വലിയ പദ്ധതികൾക്ക് തുടക്കമാകും. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചന്ദ്രദൗത്യങ്ങളിൽ സജീവമാകുന്ന സാഹചര്യത്തിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് തങ്ങളുടെ ആധിപത്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അമേരിക്ക. ചൈന മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നതിന് മുൻപേ ആർടെമിസ് 4 ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ സ്ഥിരം താവളം ഉറപ്പിക്കാനാണ് നാസയുടെ നീക്കം. ആർടെമിസ് 2 ദൗത്യത്തിന്റെ വിജയം കേവലം ഒരു പരീക്ഷണ പറക്കലല്ല, മറിച്ച് മനുഷ്യരാശി വരും നൂറ്റാണ്ടുകളിൽ നടത്താൻ പോകുന്ന ബഹിരാകാശ അധിനിവേശത്തിന്റെ അടിത്തറയാണ്. അരനൂറ്റാണ്ടിന് ശേഷം ചന്ദ്രന്റെ മറുപുറത്തെ ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് നേരിട്ട ഈ 4 സഞ്ചാരികൾ ലോകത്തിന് നൽകുന്ന വലിയൊരു പ്രത്യാശയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗം കുതിച്ചിറങ്ങിയ ഒറയോൺ പേടകം ശാന്ത സമുദ്രത്തിൽ പതിക്കുമ്പോൾ അത് അവസാനമല്ല, മറിച്ച് ചൊവ്വയിലേക്കും അതിനപ്പുറമുള്ള ഗാലക്സികളിലേക്കും നീളുന്ന ദീർഘമായൊരു യാത്രയുടെ ആവേശകരമായ തുടക്കം മാത്രമാണ്. വരും തലമുറകൾ ഈ ദിനത്തെ ഓർമ്മിക്കുക മനുഷ്യൻ വീണ്ടും ആകാശത്തെ കീഴടക്കാൻ തുടങ്ങിയ ദിവസമെന്ന നിലയിലായിരിക്കും.